നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർട്ടി ഒഴിവാക്കിയാലും പാർട്ടി എന്നെ ജീവിതകാലം മുഴുവൻ മാറ്റി നിർത്തിയാലും ഞാൻ കോൺഗ്രസുകാരനായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ വാക്ക് അത് അതേപടി അനുസരിക്കുകയാണ്. ഇന്നും പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയാണ് എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. നിലവിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഓരോ ആളുകളും പാർട്ടിക്ക് വേണ്ടി, പാർട്ടിക്ക് പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി, പ്രചാരണങ്ങൾക്ക് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് വിലക്കാണ്. എന്നാൽ തൻ്റെ വിലക്ക് അതേപോലെ മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിക്ക് യാതൊരു കോട്ടവും വരുത്താത്ത തരത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെ പാർട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ നിയമത്തിന്റെയും രാഷ്ട്രീയപരമായിട്ടുള്ള രീതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പരസ്യ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങാനോ പാലക്കാട് മത്സരിക്കുന്ന രമേശ് പിഷാരടിക്ക് പിന്തുണ നൽകാനോ ഒന്നും തന്നെ സാധിക്കില്ല. എന്നാൽ പാർട്ടിയെ അതേ രീതിയിൽ മാനിച്ചുകൊണ്ട് പാർട്ടിയുടെ നിയമങ്ങൾക്കും ആദർശങ്ങൾക്കും ഒക്കെ അതേ ബഹുമാനം നൽകിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രമേശ് പിഷാരടിക്ക് വേണ്ടി നിശബ്ദ പ്രചാരണങ്ങൾ നടത്തുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാർട്ടി പോലും വേണ്ട എന്ന് പറഞ്ഞ് തഴഞ്ഞിട്ടും പാർട്ടിക്ക് വേണ്ടി ശക്തമായിട്ട് മുന്നോട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ചുരുക്കം. എന്തായാലും കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് തന്നെയാണ് ഇത്തരം വിലയിരുത്തലിലേക്ക് ആളുകളെ എത്തിക്കുന്നത്. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഏറ്റവും പിന്തുണയുള്ള ഒരാൾ അവിടെ സജീവമായിട്ട് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ വിശ്വസിക്കുന്ന പാർട്ടിയെ വിശ്വസിക്കാൻ ജനങ്ങളെ കൊണ്ട് സ്വാധീനം ചെലുത്തും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്ന ഈദുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇടയിൽ ആഘോഷങ്ങളുമായിട്ട് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പോസ്റ്റ് വരികയുണ്ടായി. ആ പോസ്റ്റിന് കമന്റുകളായിട്ട് പ്രതികരണങ്ങളായിട്ട് വരുന്നതൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ നിശബ്ദ പ്രചാരണം അത് അടിപൊളിയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട് ഇത്രയും വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ, അതിലാണ് ഞങ്ങൾക്ക് വിശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അനുകൂലമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ രമേശ് പിഷാരടിക്ക് വേണ്ടിയുള്ള നിശബ്ദ പ്രചാരണത്തിന് ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു അംഗം അത് വിജയിച്ചു കഴിഞ്ഞു എന്ന് ചുരുക്കം. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ താഴെ നിരവധി കമന്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ചില കമന്റുകൾ എടുത്ത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും രാഹുൽ എഫക്റ്റ് എന്താണ് എന്നുള്ളത്. ചില കമന്റുകൾ പരിശോധിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത്, രാഹുലിന് സീറ്റില്ലെന്ന് പാർട്ടി പറഞ്ഞിട്ടും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാക്കുപോലും പറയാതെ നിന്ന രാഹുലിനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതാണ്. രണ്ടാമത്തെ കമന്റ്, പിഷാരടിയുടെ വിജയത്തിനായി താങ്കൾ പാലക്കാട് എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ്. താങ്കളുടെ നിറസാന്നിധ്യം കേരളത്തിലെ സാധാരണ UDF പ്രവർത്തകർ അത്രമേൽ ആഗ്രഹിക്കുന്നു എന്നും ചിലർ കുറിക്കുന്നു. ഒരു തെറ്റ് നിങ്ങളിൽ വന്നുപോയി, അല്ല എങ്കിൽ ഈ പ്രാവശ്യവും അതിലും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്നു നിങ്ങളെന്നും നിങ്ങളെ ഇപ്പോഴും പാലക്കാട്ടെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നുണ്ട് എന്നും മറ്റു ചിലർ കുറിക്കുകയാണ്. അതേപോലെ തന്നെ എതിർചേരിയിലുള്ളവരെ സൈബർ ഇടത്തിൽ കയറി തെറി, ട്രോളുകൾ എന്നീ കാര്യങ്ങൾ കൈമുതലാക്കി വെച്ചവർക്ക് മുന്നിൽ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്നുണ്ട്. രാഹുൽ, നിങ്ങൾക്കും ഇതിലും നല്ലൊരു കാലം ഉണ്ടാകുമെന്നുള്ള ഒരു ആശംസ കൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു പോസ്റ്റിന് പിറകിലായിട്ട് വരുന്നത്. അതേ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് ഒരു നിശബ്ദ പ്രചാരണമാണ് എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ ഫെന്നി നയനാൻ പങ്കുവച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കൂടെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഏത് വിഷയത്തിലാണോ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ചില നിയമ നടപടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. അന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫെന്നി നയനാൻ പങ്കുവച്ച പോസ്റ്റിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായിട്ട് തന്റെ തീരുമാനങ്ങളിൽ ഉറച്ചുകൊണ്ട് പാർട്ടിക്ക് യാതൊരു കോട്ടവും നൽകാതെ താൻ ഒരു കോൺഗ്രസുകാരനെ തന്നെയായിട്ട് ഇവിടെ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു അത്. എന്തായാലും ഫെന്നി നയനാൻ പങ്കുവച്ച ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നത്തെ ദിവസം പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണ്. അയാൾ കാണിച്ച അച്ചടക്കം ചുരുങ്ങിയത് 2 സീറ്റിലെങ്കിലും കോൺഗ്രസിന് ഗുണമാകുന്നുണ്ട്. അതിനെപ്പറ്റി വേറെ ഒരു അവസരത്തിൽ പറയാം. കേസിനെ പറ്റി തന്നെ ഇവിടെ പറയണം. രാവിലെ വാർത്തകൾ ഉണ്ടായിരുന്നത് രാഹുലിനെ ഇന്ന് നിർണായകമെന്നായിരുന്നു. കുറേയായി ഈ തലക്കെട്ട് ശീലമായി കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വിശേഷം രാഹുൽ MLA
രണ്ടാമത്തെ കേസിലെ പരാതിക്കാരിയെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചു, അത് അവരെ ഭീഷണിപ്പെടുത്താനായിരിക്കാം, അതുകൊണ്ട് ജാമ്യം റദ്ദാക്കണം എന്ന് SIT കൊടുത്ത പരാതിയിൽ വിധി പറയുന്ന ദിവസം എന്നുള്ളതാണ്. കോടതി വിധി വന്ന ശേഷം കാര്യമായ വാർത്തകളൊന്നുമില്ല. എന്താണ് കാരണം? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യം റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് കോടതി തന്നെ വിധിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് കോടതി അങ്ങനെ വിധിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ ഈ പരാതിക്കാരിയുടെ അമ്മ തന്നെ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് മെസ്സേജുകൾ അയക്കുന്നു എന്നും പരാതിക്കാരിയും തന്റെ സ്റ്റോറികൾക്ക് പ്രതികരിക്കുന്നു എന്നുമാണ് പറയുന്നത്. ഈ പരാതിയിൽ പറഞ്ഞ ദിവസവും പോലും പരാതിക്കാരിയുടെ അമ്മ ഫോണിൽ മെസ്സേജ് അയച്ചു എന്നും അതിൽ ബ്ലോക്ക് ചെയ്തു എന്നുമുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഒരു ചെറുപ്പക്കാരനെ ഒരു സർക്കാരും ഒരു സംഘം മാധ്യമങ്ങളും ചേർന്ന് കഴിവേറ്റാൻ ശ്രമിച്ചതിന്റെ ഉദാഹരണമായിട്ടാണ് രാഹുൽ കേസ് ഉടലെടുക്കുന്നത്. അയാൾ തന്നെ സൂചിപ്പിച്ച പോലെ കേരളം ഇതിന്റെ ചതികൾ ഒന്നൊന്നായിട്ട് തെളിവ് സഹിതം തിരിച്ചു വരും എന്നത് തീർച്ച. ഇന്ന് തള്ളിപ്പറഞ്ഞവർ അന്ന് ദുഃഖിക്കും. NB, ഈ പരാതിക്കാരി എനിക്കെതിരെയും അപവാദ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. ഞാൻ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നുണ്ട്. പ്രിയപ്പെട്ട പരാതിക്കാരി കോടതി മുറിയിലും സമൂഹത്തിലും ഇതിന് കണക്ക് പറയേണ്ടി വരും. ഈ പറഞ്ഞ കള്ളത്തിന് നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഈ ലോകത്തിന്റെയും മുന്നിൽ തല കുനിച്ച് നിർത്തേണ്ടി വരും. കോടതിയിൽ കള്ളം തെളിയുമ്പോൾ തിരശീലയ്ക്ക് പിന്നിൽ നിൽക്കാനാകില്ല എന്നുള്ളതാണ് ഫെന്നി നയനാൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രമേശ് പിഷാരടിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് ഇത്തരത്തിലുള്ള ഓരോ പ്രസ്താവനകളിലൂടെയും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് മത്സരിക്കുന്നത് സിനിമാക്കാരനായിട്ടുള്ള രമേശ് പിഷാരടി അല്ല, മറിച്ച് കോൺഗ്രസ് പ്രവർത്തകനായ രമേശ് പിഷാരടിയാണ് എന്ന് പാലക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രമേശ് പിഷാരടി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് വളരെ വലിയ ശ്രദ്ധേയമാകുന്ന ഒരു വിഷയമാണ്. കാരണം ഒരു സിനിമാ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാൾ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു രീതികൾ എങ്ങനെയായിരിക്കുമെന്ന് കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. എന്തായാലും ഇത്തരത്തിൽ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രമേശ് പിഷാരടിയും ഉള്ളത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയുണ്ട് എന്ന് UDF നേതൃത്വവും വ്യക്തമാക്കുന്നുണ്ട്. മണ്ഡലത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനും ചെയ്ത വികസന പ്രവർത്തനങ്ങളാണ് ആളുകൾ കാണിച്ചു തരുന്നത് എന്നാണ് പിഷാരടിയുടെ ആദ്യ പ്രതികരണങ്ങൾ. കോൺഗ്രസിനുള്ളത് ജനങ്ങളുമായിട്ടുള്ള ഡീൽ എന്നാണ് മുൻ MLA ലോക്സഭ MP ആയിട്ടുള്ള ഷാഫി പറമ്പിലിന്റെ പ്രതികരണങ്ങൾ. അതേസമയം CPM BJP ഡീൽ കുറെ കാലമായി ഇവിടെ ഉണ്ട് എന്നും പാലക്കാട് കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും ഈ ഡീൽ ഉയർത്തിയിട്ടുണ്ട് എന്നും പ്രതികരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് VK ശ്രീകണ്ഠൻ രംഗത്ത് വരുന്നത്. NMR റസാഖിന്റെ സ്ഥാനാർത്ഥിത്വം CPM BJP ഡീൽ എന്നുള്ള ആരോപണവും ശ്രീകണ്ഠൻ ഉയർത്തിയിട്ടുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിൽ പല ആരോപണങ്ങൾ തലപൊക്കുന്നുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് പാലക്കാട് BJP CPM ഡീൽ എന്നുള്ള ആരോപണം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് ആണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. വേറെ 1-2 ഡീലുകളും ധാരണയായിട്ടുണ്ട് എന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ആരോപണം വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കേരളത്തിലെ നാണം കെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പാലക്കാട് BJP ജയിക്കുമെന്നുമാണ് ഇതിനൊക്കെയുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. എന്നാൽ ഡീൽ നടത്തുന്നത് പ്രതിപക്ഷ നേതാവാണ് എന്ന് വിജയരാഘവനും ഈ വിഷയത്തിൽ പ്രതികരിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. വരുന്ന ദിവസങ്ങളിലും BJPയുമായി ചേർത്ത് ഡീൽ ആരോപണങ്ങൾ ഇരു മുന്നണികളിലും ഉന്നയിക്കപ്പെടും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷണം. പാലക്കാട് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താതെ ഹോട്ടൽ ഉടമ NMR റസാഖിനെ CPM സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് ഡീൽ ആരോപണം ഉയരുന്നത് എന്നുള്ളത് ശ്രദ്ധേയം. കോൺഗ്രസിനെ തോൽപ്പിച്ച് ശോഭാ സുരേന്ദ്രനെ നിയമസഭയിൽ എത്തിക്കാൻ വോട്ട് മറിക്കാനാണ് റസാഖിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. CPM പോരാട്ടത്തിൽ നിന്നും ഏറെക്കുറെ പിന്മാറിയ തരത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത് കോൺഗ്രസ് 140 മണ്ഡലങ്ങളിലും പ്രചാരണ ആയുധമാക്കിയിട്ടുണ്ട് എന്നും ചുരുക്കി പറയാം. ശോഭാ സുരേന്ദ്രന്റെ ജനസാന്നിധ്യം അത് കണ്ട് ഭയന്നാണ് ആരോപണം എന്നും കോൺഗ്രസ് നാണം കെട്ട പാർട്ടിയാണ് എന്നും BJPയും പറഞ്ഞു വെക്കുന്നു. പാലക്കാട് കൂടാതെ പല മണ്ഡലങ്ങളിലും CPM BJP ഡീൽ എന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. നേമത്തും വട്ടിയൂർക്കാവിലും ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇതോടുകൂടി കൊണ്ടുവന്നിരിക്കുന്നു എന്നും ഈ ആരോപണം തങ്ങൾക്ക് വരാതിരിക്കാൻ കോൺഗ്രസ് ജാഗ്രത പുലർത്തട്ടെ എന്നുള്ള ഒരു രീതിയിലൊക്കെ തന്നെയാണ് വാദപ്രതിവാദങ്ങൾ പോകുന്നത്. എന്തായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് BJPയെ ജയിപ്പിക്കാൻ CPMുമായി ഡീലുണ്ട് എന്നുള്ള
പ്രതിപക്ഷ നേതാവിന്റെ അടക്കം ആരോപണങ്ങൾ അത് വലിയ രീതിയിൽ രാഷ്ട്രീയ വിഷയമായി മാറിയിട്ടുണ്ട്. അതിന്റെ വാദപ്രതിവാദങ്ങളിലൂടെ ആയിരിക്കും ഈ തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുള്ളത് ചുരുക്കം. ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയ പാർട്ടിയെ ഇനി ജനങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ലഭിക്കാൻ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ലൈംഗികാരോപണ പരാതി, അതിന്റെ ഭാഗമായിട്ടുള്ള നിയമ നടപടികൾ അതൊക്കെ തന്നെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ പോലും പൊതുജനങ്ങളിൽ വലിയൊരു വിഭാഗവും പാർട്ടിയിലെ വലിയൊരു വിഭാഗവും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെയാണ്. പാർട്ടിക്ക് വേണ്ടി ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന ആളുകളെ ഇത്തരത്തിൽ പിറകിലോട്ട് വലിക്കാൻ ശ്രമിക്കുന്ന ചില ഗൂഢനീക്കങ്ങൾ നടക്കുമ്പോൾ അതെന്തുകൊണ്ട് പാർട്ടി മനസ്സിലാക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ അനുകൂലിക്കുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഉയർന്നു കേൾക്കുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സാധ്യതയുള്ള ഒരു സമയത്ത് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു വിധി ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള സ്നേഹം അത് പിഷാരടിക്കും കൂടെ നൽകുമോ പൊതുജനങ്ങൾ എന്നുകൂടെ അറിയാനുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ പാർട്ടിക്ക് പുറത്താണെങ്കിൽ പോലും താൻ ഒരു യഥാർത്ഥ കോൺഗ്രസുകാരനാണ് എന്ന് ഉറച്ചു പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ തന്നെ കൊണ്ടാകുന്ന രീതിയിൽ തൻ്റെ ചുറ്റിലുമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക്, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് നിരീക്ഷണങ്ങൾ വരുന്നത്. എന്താകും ഇതിൻ്റെയൊക്കെ ഒരു അനന്തരഫലം, ഒരു ആകെ തുക എന്നുള്ളത് അറിയാൻ ഇനി വെറും മാസങ്ങൾ മാത്രമാണ് ബാക്കി.